കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ IPC 498A അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള BNS 85 86 പ്രകാരമോ നമ്മളൊരു ഓഫൻസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതിയായിട്ട് ചെല്ലുമ്പോൾ പോലീസുകാരത് സ്വീകരിക്കുവാനോ FIR ഇടാനോ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു കോഗ്നിസിബിൾ ഓഫൻസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ നമ്മളതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് കൊടുക്കുന്നത് സെക്ഷൻ BNSSലെ സെക്ഷൻ 173 ക്ലോസ് 1 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് കഴിയുമ്പോൾ പോലീസുകാർ എന്ത് ചെയ്യുന്നു, അത് റിഫ്യൂസ് ചെയ്യുകയാണ്. അതായത് അതുമായി ബന്ധപ്പെട്ട ഒരു FIR റെക്കോർഡ് ചെയ്യാനായിട്ട് പോലീസുകാർ ചിലപ്പോൾ അത് എന്ത് ചെയ്യുന്നു, സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു ഫയൽ റിട്ടേൺ കംപ്ലൈൻറ്റ് നമ്മൾ എഴുതണം. ആ റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതിയിട്ട് SP-ക്ക് നമ്മളത് കൊടുക്കണം. അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് BNSSലെ സെക്ഷൻ 173 ക്ലോസ് 4 ആണ്. അങ്ങനെ കൊടുത്തിട്ട് എന്ത് സംഭവിക്കുന്നു, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നോ ആക്ഷൻ ബൈ SP-യുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എവിടെയാണ്, മജിസ്ട്രേറ്റിനെയാണ്. അപ്രോച്ച് മജിസ്ട്രേറ്റ് വിത്ത് പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് ചെയ്യണം. സെക്ഷൻ 210 BNSS പ്രകാരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഒരിക്കലും അത് എന്ത് ചെയ്യില്ല, അവോയ്ഡ് ചെയ്യില്ല. മജിസ്ട്രേറ്റ് എക്സാമിൻ കംപ്ലൈൻറ്റ് ഓൺ ഓത്ത് ആൻഡ് ഗീവ്സ് നോട്ടീസ് ടു അക്യൂസ്ഡ്. സെക്ഷൻ 223 BNSS. മജിസ്ട്രേറ്റ് ഇത് മുഴുവൻ വായിച്ചതിന് ശേഷം ഓത്ത്, നമ്മളവിടെ ഒരു സത്യപ്രതിജ്ഞ നമ്മൾ സത്യം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് കുറ്റം ചെയ്ത ആൾക്ക് മജിസ്ട്രേറ്റ് അയക്കുകയാണ് ചെയ്യുക. എന്ന് മാത്രമല്ല മജിസ്ട്രേറ്റ് മേ ടേക്ക് കോഗ്നിസൻസ് ആൻഡ് ഓർഡർ ഇൻവെസ്റ്റിഗേഷന് മജിസ്ട്രേറ്റ് ഓർഡർ ഇടും. സെക്ഷൻ 225 BNSS പ്രകാരമാണ്. കൂടാതെ ഒരു സമൻസ് ഇഷ്യൂ ചെയ്യുവാനും മജിസ്ട്രേറ്റ് പറയും. കൂടാതെ പോലീസ് കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫയൽ FIR അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് സെക്ഷൻ 193 BNSS പ്രകാരം. മജിസ്ട്രേറ്റിൻ്റെ ആ ഒരു ഓർഡർ പ്രകാരം പോലീസുകാർ FIR നിർബന്ധമായും ഫയൽ ചെയ്യും, പോലീസിൻ്റെ റിപ്പോർട്ട് കൊടുക്കും. ഇതെല്ലാം ചെയ്യണത് BNSSലെ സെക്ഷൻ 193 പ്രകാരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പോലീസുകാർ അത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.